ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സെപ്റ്റംബർ 1 ഞങ്ങളുടെ 15ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒരു വെഡ്ഡിങ് ആൽബം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബം എല്ലാം എടുത്ത് ഒന്ന് തുറന്ന് നോക്കി, ഓർമ്മകളെല്ലാം പുതുക്കിയിരിക്കുകയാണ്. ആൽബത്തിൻ്റെ കവർ ഇങ്ങനെയായിരുന്നു. ഞങ്ങളുടെ കല്യാണ സമയത്ത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നോ എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഫിലിം ക്യാമറ തന്നെയാണ് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഹൽദി, മെഹന്തി എന്നീ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസത്തെ ചടങ്ങ് സിമ്പിളായിട്ട് മൈലാഞ്ചി ഇടുക എന്ന് മാത്രം പറയും. അപ്പോൾ ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഫോട്ടോസ്. ഞാനൊരു ലൈറ്റ് പിങ്ക് കളറ് സാരിയാണ് ഉടുത്തിരുന്നത്. ചേട്ടനാണെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ ഷർട്ട്. ഷർട്ടൊക്കെ ഇട്ട് കാറിൽ വന്നിറങ്ങി. അതിനുശേഷം അമ്മ പറ നിറയ്ക്കുന്ന ഫോട്ടോസാണ്. ചേട്ടൻ്റെ അടുത്തിരിക്കണ ഈ കൊച്ചു കുട്ടി കണ്ടോ, ഇത് ഇപ്പോൾ CA കാരനാണ്. വലിയ കുട്ടിയായി. 15 വർഷത്തെ ഗ്യാപ്പുണ്ടല്ലോ, എല്ലാവർക്കും നല്ല ചേഞ്ചസ് ഉണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെ അടുത്തിടയ്ക്ക് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഈ 2009 നിശ്ചയ ഫോട്ടോയ്ക്കും ഈ ഫോട്ടോയ്ക്കും എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ കുറി രണ്ടുപേരും പരസ്പരം അച്ഛന്മാർ കൈമാറിയിരിക്കുകയാണ്. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ശ്രീകുട്ടിയും കൊച്ചമ്മായിയും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ റിലേറ്റീവ്സും അമ്മായിമാരും ചേച്ചിമാരും എല്ലാവരും വന്ന് ഫോട്ടോസ് എടുത്തു. അന്ന് ഇതുപോലെ 2000-3000 ഫോട്ടോസ് എടുത്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പരിപാടി ഇല്ലായിരുന്നു തോന്നുന്നു. ഒരു CD-യിൽ കുറേ ഫോട്ടോസ് തന്നു, പക്ഷെ അവരെടുത്ത ഫോട്ടോസ് എല്ലാം ആൽബം ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതെല്ലാം ആൽബത്തിലും ഉണ്ട്. എന്നാൽ മുഖം അത്ര നല്ല ഫേസ് അല്ലെങ്കിലും അവരത് ആൽബത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില ഫോട്ടോസൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ മിക്കവരും തന്നെ നിന്ന് ഫോട്ടോസ് എടുത്തു. ഞാനും ചേട്ടനും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് എപ്പോഴും. പക്ഷെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇത്രയും കാലത്തിന് ശേഷം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കണ സമയമായി, പിന്നെ ടാറ്റ പറഞ്ഞ് പോണ സമയമായി. അന്ന് വാഗണറിൽ കയറിയിട്ടാണ് എന്നെ പെണ്ണ് കാണാൻ വന്നത്. വാഗണറിൽ തന്നെയാണ് എൻഗേജ്മെൻറ്റിനും വന്നത്, കല്യാണത്തിനും വാഗണർ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ മോളുണ്ടായപ്പോഴും വാഗണറാണ് കൂടെ ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഞങ്ങൾ വേറെ കാറുകൾ മേടിച്ചത്. അപ്പോൾ വാഗണറിന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. അങ്ങനെ ഇത് ഞങ്ങളുടെ തലേ ദിവസത്തെ എൻ്റെ മൈലാഞ്ചിടൽ ചടങ്ങാണ്. എൻ്റെ ഫ്രണ്ട്സ് സുറുമി, പ്രിയ, റിമു, നിത, സുജ, രമ്യ, ടിൻഡു, ഇത്രയും പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസത്തെ ഒരുപാട് വലിയ ചടങ്ങൊന്നുമല്ല, ചെറുതായിട്ട് വീട്ടിൽ തന്നെ മൈലാഞ്ചി ഇടുക. അമ്മായിയാണ് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ മൈലാഞ്ചി ഇടുന്നത്. വലിയച്ചമ്മയും കൊച്ചേച്ചമ്മയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കൊച്ചേച്ചമ്മ ബാക്കിൽ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ കൃഷ്ണൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് മൈലാഞ്ചി ഇട്ടു. അതിന് ശേഷം എല്ലാ റിലേറ്റീവ്സും വന്ന് മൈലാഞ്ചി ഇടും. അമ്മായിമാരും ചേച്ചിമാരും എല്ലാവരും മൈലാഞ്ചി ഇടും. ഈ സാരി ഇങ്ങനെ വച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വലുതാക്കി എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ പെയിൻറ്റിങ് കഴിയുമ്പോഴും അതിങ്ങനെ സ്ഥലം മാറി മാറി പോകുന്നത് എനിക്കറിയാം. എൻഗേജ്മെൻറ്റിനും കല്യാണത്തിൻ്റെ അന്നും പാർലറിൽ പോയാണ് റെഡി ആയത്. പക്ഷേ ഈ തലേ ദിവസം മാത്രം ഞാൻ തന്നെയാണ് ഒരുങ്ങിയത്. അതുമാത്രമേ എനിക്കിഷ്ടമുള്ളതായിട്ടുള്ളൂ. കാരണം ഈ ബ്ലൂ സാരിയിലുള്ള ലുക്ക് മാത്രമാണ് എനിക്ക് ഈ 3 വീഡിയോസിലും ഇഷ്ടപ്പെട്ടതുള്ളൂ. പിങ്ക് സാരിയുടെയും റെഡ് സാരിയുടെയും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ കാണിക്കുന്ന ഈ പയ്യന്മാരെല്ലാവരും ഇപ്പോൾ കല്യാണം കഴിച്ച കുട്ടികളായി വലിയ അച്ഛന്മാരൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ശ്രേയയുടെയും ശ്രീകുട്ടിയുടെയും വരെ കല്യാണം കഴിഞ്ഞു. അവർ നിശ്ചയത്തിനും കല്യാണത്തിനെല്ലാം മാച്ചിങ് ഡ്രസ്സിട്ട് ഒരേപോലെ ഇരട്ടക്കുട്ടികളെ പോലെ നടന്നതാണ്. ഇപ്പോൾ അവരും കല്യാണം കഴിഞ്ഞു, വലിയ കുട്ടികളായി. അങ്ങനെ നിശ്ചയവും കഴിഞ്ഞു. തലേ ദിവസത്തെ മൈലാഞ്ചിയുടെ ചടങ്ങ് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അന്നത്തേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ രാവിലെ എല്ലാം റെഡി ആയിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ ദക്ഷിണ കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലെ അമ്മായിമാർക്കും ചേച്ചിമാർക്കും ചേച്ചിയമ്മമാർക്കും അമ്മാവന്മാർക്കും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങനെ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അമ്മ എനിക്ക് പുട്ട് വയലിൽ വെച്ച് തരുന്നൊരു ഫോട്ടോസ് ഉണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം പുട്ടും പഴവും കുഴച്ച് കഴിക്കാനാണ്. അതുകൊണ്ട് അതുതന്നെയാണ് ഞാൻ രാവിലെ കഴിച്ചത്. ബാക്കി എല്ലാവർക്കും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു തോന്നുന്നു ഭക്ഷണം. ഇത് ഞങ്ങളുടെ വീട്ടിൽ അന്നത്തെ പെയിൻറ്റിങ്ങാണ്. ഇപ്പോൾ പെയിൻറ്റിങ് എല്ലാം മാറ്റി. ഞാനത് എൻ്റെ വരൻ സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് നല്ല സ്റ്റൈലായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, എന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ താലി കെട്ടുന്ന നിമിഷമായി. പക്ഷേ താലി 3 കെട്ടണതിന് പകരം അദ്ദേഹത്തിന് തിരിഞ്ഞിരിക്കാൻ പറ്റിയില്ല. ബാക്കി 2 കെട്ട് രാജിയാണ് കെട്ടിയതെന്ന് അന്ന് പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ രാജിയാണ് എന്നെ താലി ചാർത്തിയത് ഫുള്ളായിട്ട്. ഞങ്ങളുടെ കല്യാണ ആൽബം മാലയിടുന്നൽ ചടങ്ങ് വരെ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇത് പാറത്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രം കോതമംഗലം അവിടെ വെച്ചായിരുന്നു താലികെട്ട്.
അതിനുശേഷം തൊട്ടടുത്തുള്ള കലാ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം. അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് കാല് കഴുകി സ്വീകരിക്കുന്ന കണ്ണനാണ്. അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാലയിട്ടു, മോതിരം ഇട്ടു, അങ്ങനെ ഓരോന്നും ചെയ്ത് ഈ കുങ്കുമം ഇടുന്ന ചടങ്ങ് വരെ എത്തുമ്പോൾ കുങ്കുമം ഇട്ട് എൻ്റെ നെറ്റിച്ചുട്ടിയുടെ അടിയിലായിരുന്നു നിറയെ കുങ്കുമം ഇട്ടിരുന്നു. പക്ഷേ ഈ നെറ്റിച്ചുട്ടി അവിടെ ആടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ട് എൻ്റെ നെറ്റി മുഴുവനും കുങ്കുമമായി. അതുകൊണ്ട് കുറച്ചൊരു ഉച്ചയോടടുത്തപ്പോഴേക്കും ഒരു ഫുൾ റെഡ് കളർ നെറ്റിയായി എൻ്റെ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അച്ഛൻ കൈപിടിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ. ഞങ്ങൾ പുടവയൊക്കെ തന്നുള്ള ഒരു ഫോട്ടോസാണിത്. ഇത് കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് കൊടുത്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ചരിഞ്ഞും വളഞ്ഞും ഒക്കെയാണ് ഇങ്ങനെ ഒരു ഫോട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും എന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നേരെ കൊടുത്താൽ പോരായിരുന്നോ? അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പാലും പഴവും കഴിക്കുന്ന ചടങ്ങെത്തി. അതൊക്കെ കുറച്ച് വേഗം ഞാൻ മറച്ചു വിടുകയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. വീണ്ടും റിലേറ്റീവ്സ് എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ നാട്ടിൽ ആലപ്പുഴയിൽ താലി കെട്ടിക്കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം സെറ്റ് കൊണ്ട് കൊടുക്കും. അത് അന്ന് രസമായിട്ട് തോന്നി അതിന് മുന്നം, കല്യാണത്തിന് മുന്നം. പക്ഷേ ഇത് ചെയ്തപ്പോഴാണ് ഇത് എന്തോരം ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലായത്. ഈ ഓർണമെൻറ്റ്സ് എല്ലാം, വളയും മാലയും എല്ലാം ഊരി വേറൊരു സെറ്റ് കൊണ്ടെടുത്ത് ഭക്ഷണം കഴിക്കുക. പിന്നെ വീണ്ടും തന്ന പുടവ, പച്ചക്കളർ പുടവ, അതെടുത്ത് നമ്മൾ തിരിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുക. അതുകൊണ്ട് എപ്പോഴും ഈ സാരി ഫുൾ ഊരി ചേഞ്ച് ചെയ്യണത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് ചെയ്തപ്പോഴാണ് അത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്ന് മനസ്സിലായത്. അങ്ങനെ സെറ്റ് കൊണ്ടെടുത്ത് ഞങ്ങൾ ചോറുണ്ടാണ്. രമ്യയും ദീപയും എല്ലാം അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അന്നൊന്നും അവരുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു, അവരൊക്കെ ചെറിയ പിള്ളേരായിരുന്നു. എൻ്റെ കല്യാണമാണ് എൻ്റെ ഫ്രണ്ട്സിലെ ഏറ്റവും ആദ്യം കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പച്ച സാരി ഉടുത്ത് അധികം പോകാറായി. അപ്പോഴും എല്ലാവരുടെയും കൂടെ ഒന്ന് ഫോട്ടോസ് എടുക്കണമല്ലോ. അങ്ങനെ ഓരോരുത്തരുടെയും കൂടെ ഒന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. കുഞ്ഞേട്ടനും രേണു ചേച്ചിയും അരുണും അഞ്ജനയാണ്. അരുണിപ്പോൾ വലിയ ചെക്കനായി ജോലിയൊക്കെ കിട്ടി. അഞ്ജനയും +2 കഴിഞ്ഞു. അങ്ങനെ 15 വർഷം കൊണ്ട് ഈ ശ്രേയം ശ്രീകുട്ടി എല്ലാം വലുതായി. ഒരുപാട് ചേഞ്ചസ് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലോ. ഇത് ഫാമിലി ഫോട്ടോ. പപ്പി മാത്രമാണ് ഇതിനകത്ത് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോഴും ഇതേപോലെ നിന്നൊരു ഫോട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ട്. അഡീഷണലായിട്ട് വന്നത് പപ്പി മാത്രമാണ്. അങ്ങനെ ശ്രീചേട്ടൻ്റെ കൂടെ സിംഗിളായിട്ടൊന്നൊരു ഫോട്ടോ എടുത്തു. കാരണം ശ്രീചേട്ടൻ്റെ കാലം നൊടിഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ താഴെ നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഈ ആൽബത്തിൻ്റെ അവസാനം ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോകുന്ന സമയമായിട്ടുണ്ട്. ഇത് എൻ്റെ മുഖമൊന്നും ക്ലിയർ അല്ലാത്ത ഫോട്ടോസ് 1-2 ഈ ഫോട്ടോഗ്രാഫർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പച്ചസാരി ഉടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഫോട്ടോയോടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.